ഹായ് ക്രിയേറ്റേഴ്സ്, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇനി മുതൽ ഫ്രീ വ്യൂസ് വേണോ? നിങ്ങളുടെ വീഡിയോക്ക് ഫ്രീ ആയിട്ട് വ്യൂസ് ലഭിക്കുന്നു, അതുപോലെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ, ഫ്രീ ആയിട്ട് റവന്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി മുതൽ ലഭിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത് ശരിയാണോ എന്നുള്ളത്. എന്നാൽ ശരിയാണ്. യൂട്യൂബിൽ ഒരു കിഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ നമ്മുടെ ചാനല് വ്യത്യസ്ത കമ്പനികൾ പ്രൊമോട്ട് ചെയ്തു തരും, അതും ഫ്രീ ആയിട്ട്. നമ്മുടെ ഒരു വീഡിയോ യൂട്യൂബിൽ വേറെ കമ്പനി അവരുടെ ക്യാഷ് ചെലവഴിച്ച് പ്രൊമോട്ട് ചെയ്യും. മാത്രമല്ല, അതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കും. കാരണം ആ ഒരു കമ്പനി ആ ഒരു വീഡിയോയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് സെയിലാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കമ്മീഷൻ ലഭിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അങ്ങനെ എല്ലാ തരത്തിലും ക്രിയേറ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിൽ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഒരു അപ്ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇത് ദുരുപയോഗം ചെയ്യപ്പെടാം. കാരണം നമുക്കിത് ഈ ഒരു അപ്ഡേറ്റ് കേൾക്കുമ്പോൾ ഫ്രീ ആയിട്ട് വ്യൂസ്, ഫ്രീ ആയിട്ട് റവന്യൂ, നമ്മുടെ ചാനൽ കൂടുതൽ റീച്ച് ആകുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിതിലേക്ക് ഒരു അപ്രൂവ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ ഒരു അപകടം പതിഞ്ഞിരിപ്പുണ്ട്, നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നോക്കാം. അതായത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേർക്ക് ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു റിവ്യൂ ആക്സസ് ചോദിച്ചിട്ട്, അവരുടെ ചാനലിലെ ഒരു പെർമിഷൻ ചോദിച്ചിട്ട്. അപ്പൊ പലരും ടെൻഷനിലാണ്, ഇതെന്താണ് ചോദിക്കുന്നത്, നമ്മുടെ ചാനലിന്റെ ഒരു ആക്സസ് മറ്റൊരാൾ ചോദിക്കുന്നു. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ ഈ പറയുന്ന അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ആക്സസ് ചോദിച്ചു വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അതായത് ഇനി മുതൽ നമ്മുടെ ഒരു വീഡിയോ വേറൊരു കമ്പനിക്ക്, വേറൊരു ബ്രാൻഡിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അവര് ക്യാഷ് കൊടുത്തിട്ട് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളോട് അവരൊരു ആക്സസ് ചോദിക്കും. ഈ ഒരു വീഡിയോന്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ അവർക്ക് കാണാനും അതുപോലെ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ആക്സസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, ഞാനിപ്പോ ഒരു മൈക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ഒരു ബ്രാൻഡ് വന്നിട്ട് ആക്സസ് ചോദിക്കും, നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തോട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് ഗ്രാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര വ്യൂസ് വന്നു, എത്ര അനലിറ്റി, അതൊക്കെ അവർക്ക് കാണാനും പറ്റും. മാത്രമല്ല, ഞാൻ ആ ഒരു മൈക്ക് അതിൽ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആളുകൾ സെയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റവന്യൂ ലഭിക്കുന്നു. മാത്രമല്ല, ഈ ഒരു വീഡിയോ അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് തരികയാണ് ക്യാഷ് കൊടുത്തിട്ട്. അപ്പൊ എന്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുകയാണ്. അപ്പൊ എല്ലാ തരത്തിലും എനിക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, യൂട്യൂബ് ബ്രാൻഡ് പാർട്ട്ണർ ആക്സസ് എന്ന് വിളിക്കാം. അതായത് മറ്റൊരു കമ്പനിക്ക് നമ്മുടെ വീഡിയോ ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യാനും നമ്മൾ ആക്സസ് കൊടുക്കുന്നു. അതുവഴി നമ്മുടെ വീഡിയോന്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ അവർക്ക് കാണാനും പറ്റും. ഇപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ, നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? നമ്മളിങ്ങനെ ആക്സസ് കൊടുക്കുമ്പോൾ ഹാക്കർമാരും ഇത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു ഇമെയിൽ വരികയാണ്, ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, അപ്പം നിങ്ങളുടെ വീഡിയോ ഒരു ബ്രാൻഡ് ആക്സസ് തരൂ ഞങ്ങൾക്ക്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആ വീഡിയോ പ്രൊമോട്ട് ചെയ്യാം, അതുവഴി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റവന്യൂ ഒക്കെ ലഭിക്കുമെന്ന് കരുതിയാൽ നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ ആക്സസ് കൊടുക്കും. അപ്പൊ എന്താണ് സംഭവിക്കുക? നമ്മുടെ ചാനൽ അവിടെ ഹാക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അപ്പൊ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത്. കാരണം ഇത് ഫേക്ക് ആണോ, നമ്മൾ കൊടുക്കണ്ടേ എന്നുള്ളത്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ YT സ്റ്റുഡിയോ ആപ്പ് എടുത്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇമെയിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ആക്സസ് ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്ക് 8ന്റെ പണിയായിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒരാൾ പേഴ്സണലി നിങ്ങൾക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമെയിൽ അയച്ചാലും അവർക്ക് ഒരിക്കലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റില്ല. അപ്പൊ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ആക്സസ് കൊടുക്കാൻ ഒരു ബ്രാൻഡിന്റെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്ത് 2 സ്ഥലത്തും വന്നിട്ടുണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടും. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഇത് ആർക്കൊക്കെ മെയിൽ വരാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ബ്രാൻഡുമായിട്ടൊരു ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മുടെ അനലിറ്റിക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാം. മാത്രമല്ല, നിങ്ങളൊരു പ്രൊഡക്റ്റുമായിട്ട് ഇങ്ങനെ കൊളാബ് ചെയ്തിട്ട് വീഡിയോ ചെയ്യല്ല, അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാധാരണ ഒരു വീഡിയോ ചെയ്തു, ആ ഒരു വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തു, അത് ആ ഒരു കമ്പനി കണ്ടു,
അപ്പൊ ആ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവരുടെ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റിക്വസ്റ്റ് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു മൈക്കിന്റെ ഒരു വീഡിയോ ചെയ്തു. അത് അവരുമായിട്ട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ടൈപ്പിലല്ല. പക്ഷെ ആ ഒരു വീഡിയോ അവർ കണ്ടപ്പോൾ കുഴപ്പമില്ല, ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യാം എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നമ്മളോട് ആക്സസ് ചോദിക്കും. അപ്പൊ അത് ഭയങ്കരമായിട്ടൊരു സാധ്യത നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തിട്ട് പെയ്ഡ് സ്പോൺസർഷിപ്പ് അല്ലാതെ തന്നെ നമ്മളൊരു വീഡിയോ, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ഇത് നല്ലൊരു റിവ്യൂ ആണ്, ഇത് ഞങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ. അപ്പൊ നമ്മൾ ഓൾറെഡി നല്ല പ്രൊഡക്റ്റുകളൊക്കെ കുറിച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും ആ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അത് കൂടുതൽ നമ്മുടെ ചാനൽ റീച്ച് ആക്കാനുള്ള സാധ്യതകൾ നമ്മളെ മുന്നിൽ ഉൾത്തിരിഞ്ഞു വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഏതൊരു അപ്ഡേറ്റ് വരുമ്പോഴും അതിലൊരു ഗുണം ഉണ്ടെങ്കിൽ അതൊരു ദോഷം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വീഡിയോ ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, നമ്മുടെ ചാനൽ റീച്ച് ആകുന്നു. അതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ സെയിൽ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനം കൂടുന്നു, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, അങ്ങനെ ഗുണങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ടെൻഷനാണ് ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ആ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യൂട്യൂബും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഓർഗാനിക് റീച്ചിന് ഇത് ബാധിക്കുമോ എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ട്. അങ്ങനെയില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഓർഗാനിക് റീച്ചിന് പുറമെ വരുന്ന ഒരു വ്യൂസ് ആണ് ഇതെന്ന് യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് തന്നെ നേരിട്ടിട്ട് ആക്സസ് കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും ടെൻഷൻ ആവണ്ട. ക്യാഷ് കൊടുത്തിട്ട് അവർ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ഓർഗാനിക് റീച്ചിനെ ബാധിക്കുമോ എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഇവിടെ ടെൻഷൻ ആവേണ്ട, ഈ ഒരു കാര്യത്തിൽ അത് സംഭവിക്കില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു ക്രിയേറ്റർക്ക് ഗുണമാണ് ഇതിലുള്ളത്. ദോഷം എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, ബ്രാൻഡുകൾ വരുമ്പോൾ അത് എവിടെ നിന്ന് വന്നു, നമ്മുടെ ചാനലിന് യോജിച്ചതാണ്, ഇതൊക്കെ നോക്കിയിട്ട് അപ്രൂവ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫേക്ക് ആവരുത്, ചാനൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കുക. അതിന് ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ ഇതാണ് അപ്ഡേറ്റ്. അതായത് നമ്മുടെ ഒരു വീഡിയോ വേറൊരു ബ്രാൻഡ് ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യുന്നു, അതുവഴി അവർക്ക് നമ്മുടെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ കാണാനുള്ള ആക്സസ് കൊടുക്കുന്നു. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് കൂടുന്നു, നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം കൂടുന്നു. കൂടുതൽ വ്യൂസ് കൂടുതൽ ആളുകളിലേക്ക് ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഒരു അപ്ഡേറ്റ് ആണ് ഇത് വന്നിട്ടുള്ളതെന്ന് പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.